നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് തേൻ ആയിട്ടുണ്ട്. തേൻ എങ്ങനെ അരിക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. തേൻ നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. അപ്പം തേൻ മാത്രം ഫ്രഷ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചാടും അല്ലേ? ഇതുകൊണ്ട് ഇങ്ങനെ അരിപ്പ് വെച്ച് അപ്പോൾ ഈച്ചയൊക്കെ ഉള്ളതാണെങ്കിൽ ആ വേസ്റ്റൊക്കെ കളയുകയും ചെയ്യാം. ഇതല്ലാതെ പണ്ടൊക്കെ ആൾക്കാർ നമ്മൾ തേൻ എടുത്തു കഴിഞ്ഞാൽ പിഴിഞ്ഞെടുക്കുവാന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ കുറ്റിപ്പല്ലിയൊക്കെ എടുത്താൽ കൈ വെച്ച് പിഴിയരുത്. കൈ വെച്ച് പിഴിഞ്ഞാൽ പോയില്ല. ഇപ്പൊ കുറ്റിപ്പല്ലിയൊക്കെ എടുക്കാൻ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നത് മെഷീൻ വെച്ചാണ്. അതായത് കറക്കി എടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് തേൻ മാത്രം, നല്ല തേൻ മാത്രം ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കും. വേണ്ടോ? അപ്പം നല്ല തേന ഇതൊന്ന് മാറ്റി. ഇതിനകത്ത് ഇപ്പോൾ കരട് കിടക്കണം എന്ന് പറഞ്ഞാൽ 2 ഈച്ചയുള്ളൂ. അത് തീർത്തും ചെറിയ ഈച്ചയാണ് മാത്രമാണ് അതിനകത്ത് ചാടി. അരിപ്പേനേക്കാളും വലിയ കോളിൽ ചാടിയതാണെന്ന് തോന്നുന്നു. അല്ലാതെ ഫ്രഷ് തേനാണ് ഈ വന്നത്. ഈച്ച പറന്നു വന്ന് ചാടിയ ഈച്ചയാണ്. ആ ഫ്രഷ് തേനാണ് ഇതുപോലെ പാത്രത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ